അങ്ങനെ 5 or 10 സീറ്റുകളെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്ന ഒരു സമയമാണ് കഴിഞ്ഞ 3 വർഷം എന്നുള്ളത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതൃത്വങ്ങൾ ഈ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ദിവസങ്ങളോളം പോലീസ് പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ച് കുടുംബങ്ങളെ ദ്രോഹിച്ച പോലീസ് സംവിധാനങ്ങൾ, ഭരണകൂട സംവിധാനങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ. എന്തിനു വേണ്ടിയായിരുന്നു അവർ ചെയ്തത്? നിങ്ങൾ RSSനെതിരെ ശബ്ദിക്കരുത്, RSSനെതിരെ നിങ്ങൾ നിലപാട് സ്വീകരിക്കരുത്. അങ്ങനെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്ന പ്രശ്നം ഇതാണ് എന്ന് നമ്മളെ അവർ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ആ ബോധ്യപ്പെടുത്തലിലൊന്നും SDPIയുടെ പ്രവർത്തകരോ SDPIയുടെ കുടുംബമോ മറ്റു ബന്ധപ്പെട്ട നാട്ടുകാരോ ഒന്നും തന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ടവകാശങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. വളരെ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങ് മലപ്പുറം ജില്ല അതിർത്തി പ്രദേശമായിട്ടുള്ള കപ്പൂർ പഞ്ചായത്തിൽ നിന്നും SDPIക്ക് ജനപ്രതിനിധി ഉണ്ടാകും. അതിനുശേഷം തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള മുതുതല പഞ്ചായത്തിൽ നിന്നും, കൊപ്പം പഞ്ചായത്തിൽ നിന്നും, തിരുവേഗപ്പുറയിൽ നിന്നും, കുലുക്കല്ലൂരിൽ നിന്നും എന്ന് വേണ്ട ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭരണം കൈയടക്കി വെച്ചുകൊണ്ട് നമ്മളൊരു മുന്നോട്ട് പോക്ക് പോകും. എന്ന് മാത്രമല്ല, ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിലവിൽ 2010 മുതൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് കൗൺസിലർ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പടയോട്ടം നമ്മൾ തുടങ്ങും. ഒറ്റപ്പാലവും പിന്നിട്ട് മണ്ണാർക്കാടും പിന്നിട്ട് പാലക്കാടിന്റെ ഹൃദയപ്രദേശമായിട്ടുള്ള ചടനാകുറിശിയിലും BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും SDPIയുടെ ഒരു ജനപ്രതിനിധി ഉണ്ടാകും. അവിടെയും നമ്മൾ അവസാനിപ്പിക്കുകയില്ല. അങ്ങ് തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും പരിചയമുണ്ടാവില്ല, മുതലമട പഞ്ചായത്തിലെ കാമ്പ്രത്ത് ചള്ളയിലും തൊട്ടപ്പുറത്തെ പ്രദേശമായിട്ടുള്ള തമിഴ്നാടിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന അടിപ്പരണ്ട ഉൾപ്പെടെ അത്തിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ കൊണ്ടൂർക്കരയിൽ പോലീസ് എത്രയാണോ നമ്മളെ വേട്ടയാടിയത്, അതുപോലെ നമ്മുടെ നിരപരാധികളായിട്ടുള്ള സഹോദരങ്ങളെ വേട്ടയാടപ്പെട്ട പ്രദേശമാണ് കാമ്പ്രത്ത് ചള്ളയും അടിപ്പരണ്ട ഉൾപ്പെടെയുള്ള അത്തിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഇപ്പോഴും ആ പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജയിലറക്കുള്ളിലാണ്. പക്ഷേ നമ്മൾ, ആ നാട്ടുകാർ, SDPIയുടെ പ്രവർത്തകർ തളർന്നിട്ടില്ല എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെ മുന്നില്, ഫാസിസ്റ്റുകൾക്ക് മുന്നില് കൃത്യമായി വോട്ടെടുപ്പിലൂടെ കാണിച്ചു കൊടുക്കാനുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വരും. പാലക്കാട് ടിപ്പു സുൽത്താന്റെ പാദസ്പർശമേറ്റിട്ടുള്ള കോട്ട മൈതാനത്തേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരൻ RSSകാരാൽ അറങ്കൊല ചെയ്യപ്പെട്ട ധീര രക്തസാക്ഷി ഷഹീദ് സുബൈർ സാഹിബിന്റെ രക്തത്തുള്ളികൾ വീണ പാലക്കാടിന്റെ മണ്ണിൽ കോട്ട മൈതാനത്ത് നമ്മുടെ മുഴുവൻ ജനപ്രതിനിധികളെയും അണിനിരത്തിക്കൊണ്ട് RSSകാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് നമ്മൾ ചോദിക്കും, SDPI ഇതാ പാലക്കാട് ജില്ലയിൽ വളർന്നിരിക്കുന്നു. നിങ്ങൾ പോലീസിനെയും അന്വേഷണ സംവിധാനത്തെയും മറ്റുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ തകർത്തുവാനും ഇതിനെ തളർത്തുവാനും ഇല്ലാതാക്കുവാനും ഈ ആശയത്തെ ഇല്ലാതാക്കുവാനും നിങ്ങൾ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തീയിൽ കുരുത്ത യുവതയിത നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഇതിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം ഈ ഡിസംബർ 13-ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും അനുഭാവികളും നാട്ടുകാരും കാണിച്ചു കൊടുക്കും. അതിലേക്ക് വേണ്ടിയുള്ള ഒരു സംഭാവനയാണ് അഹമ്മദ് കബീറിനെ വിജയിപ്പിക്കുക എന്നുള്ളത്. ഞാൻ